ശുദ്ധമായ കൈകൾ ജയിലിൽ ഉണ്ടതെന്നുമോ? ശുദ്ധമായ കൈകൾ കുഴലാടനെ കാണിക്കുമ്പം തന്നെ കയ്യിൽ സാധനങ്ങൾ ഒത്തിരി ഉണ്ട്, അത്ര ശുദ്ധമല്ലെന്ന് കണ്ടതാണ്. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു നിർവചനം നമുക്കറിയത്തില്ല. ശബരിമല ഇവിടെ സന്നിധാനത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത്. പക്ഷേ പുറത്തേക്ക് അറിയപ്പെട്ടിരുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രവാസി അയ്യപ്പന്മാരുടെ എല്ലാം കൂടെ, അല്ലെ ഭക്തപ്രമുഖരുടെ, അങ്ങനെ ഒരു കാറ്റഗറി പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രമുഖരായ ഭക്തരെ, എല്ലാവരും പ്രമുഖരല്ല, പ്രമുഖരായ ഭക്തരെ വിളിച്ച് ബിരിയാണിയും ഊണും ഒക്കെ കൊടുത്ത് പന്തളത്തും അവിടെ പമ്പയിലുമൊക്കെ വൻ പരിപാടി നടത്തി, കോടാനുകോടി രൂപ മുടക്കി. അപ്പോൾ ഈ പ്രമുഖരായ ഇതിന് വിളിക്കുമ്പം അന്ന് അവിടെ ഒട്ടിച്ചിരുന്ന പ്ലാക്കാർഡുകളിലും ബാനറുകളിലും എല്ലാം പോസ്റ്ററുകളിലും എല്ലാം ഉണ്ടായിരുന്ന തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം മറ്റാരുടേതുമായിരുന്നില്ല, നമ്മുടെ എല്ലാറ്റിനും കാരണഭൂതനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെയായിരുന്നു. ഈ മുഖ്യമന്ത്രിയെ ഇത്രയും പ്രാമുഖ്യത്തിൽ കാണിച്ചിട്ട് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ മുഖ്യമന്ത്രി കാണിച്ചിട്ട് ദേവസ്വം ബോർഡ് നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കേരളത്തിൽ എത്ര പേര് തയ്യാറാകും എന്നറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നവരാ സർക്കാർ. അവർക്ക് ശമ്പളം, ബോർഡിൻ്റെ ശമ്പളം, സാലറി നിശ്ചയിക്കുന്നവരാ സർക്കാർ. അവരുടെ ട്രാൻസ്ഫർ തീരുമാനിക്കുന്നവരാ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ലിസ്റ്റ് മേടിച്ചിട്ട്, അല്ല സർക്കാർ പറയുന്ന ലിസ്റ്റ് അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്യും. അല്ല, അത് മാത്രമല്ല, ഈ ഇപ്പൊ പിടിയിലായ അറസ്റ്റിലായ പത്മകുമാരാരാണ്? അല്ല, എം എൽ എ ആയിരുന്നു. നിയമസഭയിലെ പല കാര്യങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായി കൈപൊക്കിയോ, ഇത് പിണറായി വിജയന് കൈപൊക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയും. പത്മകുമാറിന് അങ്ങനെ പൊക്കാൻ പറ്റുമോ? മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പല കാരണങ്ങളാലും നിയമിക്കപ്പെടാൻ അയോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു പത്മകുമാർ. അയോഗ്യനെന്ന പത്മകുമാർ നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം, ഇതിനു മുമ്പ് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല കേസുകളിൽ, വണ്ടിക്കച്ചവടം, വസ്തുക്കച്ചവടം തുടങ്ങിയ കേസുകൾ ഇടപെട്ട് പല കേസുകളിൽ കോടതിയിൽ വരികയും ശിക്ഷിക്കപ്പെട്ട പക്ക് വരെ എത്തിയ ആളാണ് പത്മകുമാർ. അങ്ങനെ ഒരാൾ യാതൊരു കാരണവശാലും വല്ല എക്സൈസിലെ വകുപ്പ് കൊടുക്കാം, രാജേഷിൻ്റെ വകുപ്പൊക്കെ കൊടുക്കാം, വേണം ചെയ്യാം, ബിവറേജ് കോർപ്പറേഷൻ്റെ ചെയർമാനാക്കാം. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കാൻ പോയത് പിണറായി വിജയൻ ബോധപൂർവം ചെയ്ത ഒരിതാണ്. പിണറായി വിജയൻ്റെ ടാക്ടിക്സ്, അങ്ങനെ എല്ലാവരുടെയും ടാക്ടിക്സ് അതാണ്. ദുർബലരെ അല്ലെ വിധേയരാക്കാൻ സാധ്യതയുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരിക, ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക, വിധേയരാക്കാൻ സാധ്യതയുള്ളവരെ. ഇവിടുന്ന് എങ്ങനെയാണ് പിണറായി വിജയൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഏത് തരത്തിൽ? ഒന്ന് ജസ്റ്റ് ആലോചിച്ച്, ഈ കേസ് എങ്ങനെ അവസാനിപ്പിക്കും? ഫൈനൽ അന്വേഷണം എങ്ങനെ അവസാനിപ്പിക്കും ഒന്ന് പറയാമോ? ആലോചിച്ച് നോക്കി. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വരണം. അന്വേഷണം വന്നാൽ ഇതെങ്ങനെ അവസാനിപ്പിക്കും? എൻ്റെ കൺക്ലൂഷനായിട്ട് എന്ത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും അന്വേഷണത്തിൻ്റെ അവസാനം? ആലോചിച്ച് നോക്ക്. സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷണത്തിൽ എന്താ പറയണ്ടേ? എല്ലാ ഉത്തരവാദിത്തം ഒന്നുകിൽ ഇവിടെ കൊണ്ടുവന്ന പത്മകുമാറിനെ കൊണ്ട് നിർത്താൻ, പത്മകുമാർ തൊട്ട് താഴോട്ടുള്ളവരെല്ലാം ഇവിടെ ചേർന്നാണ് നടത്തിയെന്ന് പറയാം. അപ്പോൾ 100 ചോദ്യങ്ങൾ വേറെ വരും, അത് കൺക്ലൂസീവ് ആയിരിക്കില്ല. പിന്നെ രണ്ടാമത് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണെന്ന് പറയും, അപ്പോഴും ഇത് തീരുകയില്ല. ദേവസ്വം മന്ത്രിമാർ അറിഞ്ഞുകൊണ്ടാണെന്ന് പറയും, തീരുകയില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവായിട്ട് പിണറായി വിജയൻ ഉപയോഗിക്കാൻ പോകുന്ന ഘടകം, അത് അവസാന സ്റ്റേജിൽ പിണറായി വിജയൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമായിട്ട് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശിവകുമാറിനെ ഈ കേസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തി ഒരു ദിവസത്തേക്കെങ്കിലും അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യിപ്പിക്കാനും നോക്കും. കാരണം ശിവകുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അനിയൻ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ 2-3 കേസുണ്ട്. അത് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് സൈലൻ്റ് ആകേണ്ടി വരും. ശിവകുമാറിനിപ്പോൾ കൊല്ലത്തിൻ്റെ ഇലക്ഷൻ ചാർജ് കൊടുത്തിരിക്കുന്ന ആളാണ്, അവിടെയും ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇലക്ഷനോട് അടുക്കുമ്പോൾ അവസാന സ്റ്റേജ് ആകുമ്പോഴെങ്കിലും ഇത് കുറച്ചുകൂടെ പുറകോട്ട് പോകണം, ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം അന്വേഷിക്കണമെന്ന് SITക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ മൊഴി പറഞ്ഞാൽ മതി. ശിവകുമാറിൻ്റെ കാലത്ത് തൊട്ട് ഇങ്ങനെ കുറേശ്ശെ സ്വർണ്ണം മൊത്തം കൊണ്ടുപോയിട്ടില്ല, കുറേശ്ശെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെ ശബരിമലയിലെ സ്വത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ സംഭവങ്ങളുണ്ട്. 1.5 കോടിയുടെ ഒരു ബില്ല് ശിവകുമാറിൻ്റെ കാലത്തുള്ളതാണ്. 1.5 കോടിയുടെ ബില്ല് ദേവസ്വം ബോർഡ് പാസ്സാക്കുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു, പാത്രങ്ങൾ മേടിക്കാനായിട്ട്. ദേവസ്വം ബോർഡിലേക്ക് അവിടെ വരുന്ന ഭക്തർക്ക് വെള്ളം കൊടുക്കാൻ ഗ്ലാസ് തുടങ്ങി അങ്ങനെയുള്ള പാത്രങ്ങൾ മേടിക്കാനായിട്ടാണ് ഈ ബില്ല്. ഒരു ചായ കുടിക്കാനുള്ള ഒരു ഗ്ലാസ് പോലും കാശൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഈ കാശ് മുഴുവൻ ആർക്ക് പോയി? എന്തിനു പോയി? അപ്പോൾ ഇതൊരു ചെറിയ സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അന്വേഷിക്കാൻ ഇതിലേക്കൊക്കെ വരും അന്വേഷണം. അന്വേഷിക്കാൻ നേരത്തെ കോൺഗ്രസ് നിശബ്ദരാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലെങ്കിലും നിശബ്ദരാണ് വരും. തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ സന്തോഷിക്കും. തിരുവനന്തപുരത്തെ കോൺഗ്രസ് നശിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, പ്രമാണിമാരാണ്.
ഇവിടെ ആ ബലമാണ് പിണറായി വിജയൻ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ബലം. അതാണ്. ഇപ്പുറത്ത് ശിവകുമാർ ഉള്ളിടത്തോളം കാലം ഇതൊരു പരിധിപ്പെട്ട് മുമ്പോട്ട് പോവുകയില്ല. പിന്നെയുണ്ട് BJPയുടെ കൂടെയുണ്ട് ജി രാമൻ നായർ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുള്ളപ്പോൾ ജി രാമൻ നായരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അന്നത്തെ കാലത്ത് പ്രശ്നമുണ്ടെങ്കിലും BJP വിഷമിക്കും. BJPയുടെ പ്രധാനപ്പെട്ട പ്രാസംഗികനാണ് ജി രാമൻ നായർ. അപ്പം എല്ലാ പാർട്ടികളെയും ഏതെങ്കിലും തരത്തിൽ ഒതുക്കാനുള്ള കണിയെല്ലാം പിണറായി വിജയൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അന്വേഷണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ എല്ലാവരും സഹായിക്കണം. അല്ല, ഇതിൽ ശരിക്കും പിണറായി വിജയനാണ് ഇതിൽ ഏറ്റവും എന്താണ് കള്ളനെന്നൊക്കെ പലരും ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു ബസ് നിറയെ യാത്രക്കാരായിട്ട് ഓവർ സ്പീഡിൽ പോവുക, അത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് കാണുമ്പോൾ ബ്രേക്ക് ഔട്ടിൻ്റെ ഉത്തരവാദിത്തം ആർക്കാം? ഡ്രൈവറുടെ കാലിൻ്റെ അടിയിലാണ് ബ്രേക്ക് ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ അധികാരം ഇരിക്കുന്ന പിണറായി വിജയൻ്റെ കാലിൻ്റെ അടിയിൽ കൈക്കടിയിലായിരിക്കുന്നത്. പിണറായി വിജയൻ ഒപ്പിടുന്നതിനടുത്ത കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെ സംസാരിക്കുന്നതിനടുത്ത കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ബ്രേക്ക് ഔട്ടാതെ ഇതുകൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടാക്കി ആരാ പ്രതി? ഡ്രൈവറല്ലേ പ്രതി. നല്ല ബ്രേക്കാണ്, ചവിട്ടി അപ്പം നിൽക്കും, അതൊക്കെ പറയാൻ കഴിയും. ബെസ്റ്റ് വണ്ടിയാണ്. അല്ല, പക്ഷേ ഇപ്പം ഡ്രൈവർ പിണറായി ഡ്രൈവറാണ്. ബ്രേക്ക് ഔട്ടിനടുത്ത് ചവിട്ടുന്നില്ലെന്ന്. അല്ല, ഇപ്പം വന്നിട്ട് പറയാം. കണ്ടില്ലേ, കൈകൾ ശുദ്ധമാണ്, എല്ലാവരും അറസ്റ്റിലായി. ആ കൈകൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ടിട്ടാണ് ശുദ്ധമാണെന്ന് പറയുന്നത്. അതെങ്ങനെ ശുദ്ധമാകുന്നത്? അതാണ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ആ സ്റ്റിയറിംഗെ പിടിക്കേണ്ട കൈ, ആ കൈ പുറത്ത് വിട്ടിട്ട്, അതായത് കള്ളന്മാരെ താൻ തന്നെ അവസാനം എടുത്തിട്ട് മുമ്പോട്ടിട്ടിരിക്കുന്നു, വിട്ടിരിക്കുന്നു. അവസാനം ഇവർ പുറകോട്ട് കൈ കൊണ്ടു, പുറകോട്ട് കൈ കൊണ്ടുമ്പോൾ ആര് പ്രതിയാവും? ആ സ്റ്റേജ് ഇവരെ കാത്തിരിക്കാം.